പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം പുതുതായിട്ട് നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടാകണില്ല. പുതിയ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ പുതിയ ശുശ്രൂഷകളുണ്ടാകും, പുതിയ പ്രാർത്ഥനകളുണ്ടാകും, പുതിയ വചനവായനകളുണ്ടാകും, പുതിയ വചനങ്ങളുണ്ടാകും, പുതിയ സ്വപ്നങ്ങൾ വരും, പുതിയ ദർശനങ്ങൾ വരും. ആൾക്കാരിങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പുതുക്കലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആധ്യാത്മിക വാർദ്ധക്യത്തിലാണ്. ഇത് വലിയ അപകടകരമായൊരവസ്ഥയാണ്, ആധ്യാത്മിക വാർദ്ധക്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഔസേപ്പച്ചൻ പുതുമന എന്ന് പറഞ്ഞൊരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഷാലോമിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ജയ്മോൻ വിളിച്ചു പറഞ്ഞു, ഔസേപ്പച്ചൻ ബ്രദറിന് ഭയങ്കര കിടിലൊരു ഉടമ്പടി സാക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഔസേപ്പച്ചൻ ബ്രദറിൻ്റെ സാക്ഷ്യം ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ആളാണ്. കാര്യം ഇദ്ദേഹം പഴയൊരു സുവിശേഷകനാണ്. ജനലക്ഷങ്ങളെ കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള സുവിശേഷ സാക്ഷ്യമുള്ള ആളാണ്. കാര്യം അത് ഞാൻ പണ്ട് കടലോരത്ത്, നിങ്ങൾക്കിവിടെ കുറച്ച് പേർക്കെങ്കിലും അറിയാം, 90കളിലെ കടലോരത്ത് കൺവെൻഷൻ നടത്തുമായിരുന്നു. 90 തൊട്ട് 2000 വരെ. ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ കടലിൽ പോയി വള്ളങ്ങളെല്ലാം വെഞ്ചരിക്കും. 5 ദിവസം കടലിൻ്റെ കരയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടി കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഭജന പ്രഘോഷകരൊക്കെ വിളിച്ച് വരുത്തി സുവിശേഷം പ്രസംഗിപ്പിക്കും, ധ്യാനം നടത്തും. അപ്പം അന്ന് ഞാൻ വിളിച്ച ഒരാളാണ് ഈ ഔസേപ്പച്ചൻ പുതുമന. അപ്പം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എനിക്കറിയാം. അദ്ദേഹം കാവേരി ബാറെന്നും പറഞ്ഞൊരു വലിയൊരു ബാർ നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. അദ്ദേഹം കർത്താവിനെ അതൊരു നാമമാത്രമായ ക്രൈസ്തവനായിട്ടും എന്നാൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു പോകുന്ന ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്, കുഴപ്പക്കാരനല്ല. എങ്കിലും കർത്താവിനെ അറിയേണ്ട പോലെ അറിഞ്ഞില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ. അറിയേണ്ട പോലെ അറിയാത്തിടത്തോളം കാലം നമ്മൾ ദൈവത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്ത് ജീവിക്കും. അപ്പോഴതുകൊണ്ട് എപ്പോഴും സുവിശേഷം പറയും, ഒരു യു ടേൺ എടുക്കേണ്ടി വരുമെന്ന് പറയും. ഇപ്പം ഉടമ്പടി എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനിവിടെ നിങ്ങളോട് പറയും, അവൻ പറയണ പോലെ ചെയ്ത് ജീവിക്കുക. സിമ്പിളാണ്. കാര്യം നമ്മൾ ഇവിടെ നടത്തുന്നതും ആൾക്കാർ ജീവിക്കുന്നതും എന്താണ്? മരിയൻ ഉടമ്പടി എന്ന് പറയും. ഉടമ്പടി പലതരത്തിലുണ്ട്. കുർബാന ഒരു ഉടമ്പടിയാണ്, നമുക്കറിയാം. എബ്രാഹത്തിനോട് ചെയ്തത് ഉടമ്പടിയാണ്. എബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടിയിലാണ് ഈ വാഗ്ദാന നാടെന്നുള്ള സത്യം വരണത്. പാലസ്തീൻ പ്രോബ്ലമൊക്കെ ഉണ്ടാകുമ്പോൾ സാഹോദര്യത്തിൻ്റെ ഒരു കാലം എല്ലാവർക്കും ഇപ്പോൾ പാലസ്തീൻ ജനതയ്ക്കും അവരുടെ അവകാശമുണ്ട്. അവിടെ കുഞ്ഞുങ്ങൾ ജനിക്കണം, അവർ വളരണം, മാന്യമായി ജീവിക്കണം. അതും ദൈവത്തിൻ്റെ ആവശ്യമാണ്. അപ്പം അതൊരു യുദ്ധത്തിലൂടെ അത് നിറവേറ്റുന്നതിനുള്ളക്കുപരി ഈ എല്ലാ ജനതകളും വിശുദ്ധ ഗ്രന്ഥത്തെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മസിൽ പ്രയോഗം നടത്താൻ തീരുമാനിക്കുമ്പോഴാണ് വെടിയിച്ച് നിലക്കാത്ത ഒരു ലോകം നമുക്ക് കിട്ടണത്. ഇപ്പോൾ പുതിയൊരു കാലവും പുതിയൊരു സമാധാനവും അവർക്കൊരു ഇരിപ്പിടവും കിട്ടാൻ വേണ്ടി, ന്യായമായ ഇരിപ്പിടം കിട്ടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിലൊരു വെല്ലുവിളി എന്ന് പറയുന്നത്
നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് ദൈവത്തിന് കൂടി മനസ്സിലാകണം. അതെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതനുസരിച്ച് ദൈവത്തിന് ഇപ്പം നമ്മൾ പ്രെയർ ചെയ്യുകയാണ് എന്ന് ദൈവത്തിന് മനസ്സിലാകണം. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ആ പ്രെയറിൽ ദൈവം ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് വൈസ് റിച്ചാണെങ്കിൽ ദൈവത്തിന് മനസ്സിലാകും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നുള്ളത്. അതിനകത്ത് ആപ്ലിക്കേഷൻസ് മാത്രമാണെങ്കിൽ അത് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തെ മനസ്സിലാകത്തില്ല. കാര്യം അങ്ങനെ ദൈവത്തിൻ്റെ ബ്രെയിനിൽ അത് സേവ് ആയിട്ടില്ല. എങ്ങനെ വയറ്റിപ്പപ്പിന് വേണ്ടി വയറ്റായിട്ടടിച്ച് പാടുന്ന പാട്ടാണ്, വയറ്റായിട്ടടിച്ച് പാടുന്ന പാട്ടാണ് പ്രാർത്ഥന. അത് സേവ് ചെയ്യില്ല. മറിച്ച് അതിൻ്റെ അകത്ത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം, 4 കണ്ടൻറ്റ് വൈസ് റിച്ചായിരിക്കണം. എപ്പോഴും ദൈവദർശനത്തിൽ വരുമ്പോൾ ഞാൻ വരച്ചിട്ട വരയിലൂടെ ദൈവം വളഞ്ഞും തിരിഞ്ഞും സഞ്ചരിക്കണമെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന ദൈവദർശനത്തിൽ സേവല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവദർശനം സേവായിരിക്കുന്നത് എന്താണെന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതാണ് ദൈവത്തിൻ്റെ ബ്രെയിനിൽ സേവായിരിക്കുന്നത്. എന്താണ്? ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയിലെ കണ്ടൻറ്റുകൾ എന്താണ്? ദൈ വിൽ ബി ഡൺ, ദൈ കിങ്ഡം കം, നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ പ്രാർത്ഥനയുടെയും അടിസ്ഥാനത്തിലെ നിന്റെ തിരുമനസ്സ് നിറവേറാൻ തുറന്ന ഒരു മനോഭാവം എനിക്ക് നൽകണമേ. അത് നിറവേറ്റാൻ ആവശ്യമായ ദൈവസ്നേഹം എനിക്ക് നൽകണമേ. അപ്പൊ പ്രാർത്ഥനയുടെ ഇന്ധനം എന്ന് പറയുന്നത് ദൈവസ്നേഹമായിരിക്കും. ഇപ്പം ദൈവസ്നേഹമുള്ള ആൾക്കാർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ആഗ്രഹിക്കത്തുള്ളൂ. വസ്തുസ്നേഹം ഉണ്ടാവും, വിഷയസ്നേഹം ഉണ്ടാവും. 3 തരം സ്നേഹങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവും. വസ്തുക്കളോടുള്ള സ്നേഹം ഉണ്ടാവും, വിഷയത്തോടുള്ള സ്നേഹം ഉണ്ടാവും, ദൈവത്തോടുള്ള സ്നേഹവും ഉണ്ടാവും. പലപ്പോഴും പ്രാർത്ഥനയിൽ മുന്നിട്ട് മുഴച്ചു നിൽക്കുന്നതെല്ലാം ഈ വസ്തുസ്നേഹമായിരിക്കും. വസ്തുക്കളോടുള്ള സ്നേഹം അല്ലെങ്കിൽ വിഷയത്തോടുള്ള സ്നേഹം, അതൊക്കെ മനുഷ്യന് ആവശ്യമാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. വസ്തുക്കളും വിഷയങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം, അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, യേശുവേ മഹത്വം, മഹത്വം, ആരാധന, ആരാധന. മത്തായി 6:31-32. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം മറ്റുള്ളവയെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് വിഷയമുണ്ട്, വസ്തുക്കളുമുണ്ട്. അപ്പോൾ ദൈവം അത് അവോയ്ഡ് ചെയ്യുന്നില്ല, ഓവർലുക്ക് ചെയ്യുന്നില്ല. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, വഴി, വെളിച്ചം, വെള്ളം എല്ലാം ദൈവം ഓവർലുക്ക് ചെയ്യണില്ല. ഒന്നും ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പറയുന്നില്ല. അതെല്ലാം ആവശ്യമാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവയെല്ലാം ചേർത്ത് നൽകും, മറ്റുള്ളവയെല്ലാം. പക്ഷെ പ്രയോറിറ്റി വരണത് എന്താണ്? ആദ്യം ദൈവരാജ്യത്തിൻ്റെയും, ഇപ്പോൾ പ്രാർത്ഥനകളെല്ലാം ഓക്കെയാണ്, പക്ഷേ ആദ്യം ഒരു അടയാളം ദൈവം അവരന്വേഷിക്കും. ആദ്യം ദൈവം അടയാളം കാണിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിൻ്റെ ജീവിതം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം. അപ്പം അതാണ്. പക്ഷേ അത്
ഒരിക്കലും നമുക്ക് ആ ഒരു ഫയൽ മുന്നോട്ട് പോകത്തില്ല. കാര്യം ബൈബിൾ റീസെറ്റ് ചെയ്തിരിക്കണം അങ്ങനെയല്ല. ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതിയും, ആദ്യം നമ്മുടെ ഭാഗത്തു നിന്നാണ് ഇനിഷ്യേറ്റീവ് വരണത്. ഇപ്പം അവൻ പറയണത് പോലെ ചെയ്യണമല്ല ഉടമ്പടി അല്ലേ. അവൻ പറഞ്ഞത് എന്താണ്? അവൻ ആദ്യം പറഞ്ഞത് എന്താ? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതാണ് വിഷയം. ആദ്യം നമ്മുടെ ഭാഗത്തു നിന്നാണ് ഇനിഷ്യേറ്റീവ് വരേണ്ടത്. ഇപ്പം ഈ ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതി അന്വേഷിക്കാൻ പറയുമ്പോൾ അതങ്ങനെ അന്വേഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് ഉടമ്പടിയെങ്കിൽ അവൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ? മർക്കോസ് 1:15 വായിച്ചേ. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇവിടെ വളരെ കുറച്ച് സമയം നോക്കൂടെ. ഈ വചനത്തിൻ്റെ ജംഗ്ഷനാണിത്. അവിടെ നമുക്ക് കുറച്ച് നേരം ശ്രദ്ധിക്കേണ്ടി വരും. ഇവിടെ എന്താണ്? 6:33 മർക്കോസ് മത്തായി എന്താണ്? ആദ്യം പറഞ്ഞ് ദൈവരാജ്യവും അതിൻ്റെ നീതി അന്വേഷിക്കുക. അതൊക്കെ അല്ലേ. ഇനി അവൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. എന്താണ് കാര്യം? ദൈവരാജ്യം. അത് വാചനം വായിച്ച് മർക്കോസ് 1:15. അപ്പം മർക്കോസ് 1:15 മത്തായി 6:33 കൂടിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതാണ് സംഭവം. ഇപ്പം മത്തായി 6:33 ആദ്യം ദൈവരാജ്യം അന്വേഷിക്കാൻ പറയുന്നുണ്ട്. ഇപ്പം മർക്കോസിൻ്റെ 1:15 എന്താ പറയണത്? ആദ്യം അന്വേഷിക്കേണ്ട ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് കരസ്ഥമാക്കാൻ ആദ്യം ചെയ്യേണ്ട ആദ്യത്തെ കാര്യമുണ്ട്. അതെന്താണത്? അനുതപിക്കുക. അതാണ് വിഷയം. ഉടമ്പടി ജീവിതം ആരംഭിക്കുന്ന അനുതാപത്തിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ തീപ്പെട്ടി ഉരച്ച് തിരി കൊളുത്തണ മുമ്പ് തന്നെ അനുതാപം കഴിഞ്ഞിരിക്കണം. അവിടെയാണ് ഈ വിഷയം കിടക്കുന്നത്. അവിടെ ഇത് തിരിയല്ല 10 തിരി തന്നാലും ആ പിശാച് പഴയ പിശാച് തന്നെ ഇരിക്കും. പിന്നെ എങ്ങനെ ഇവിടെ വർക്കൗട്ട് ചെയ്യണേ? ചെയ്യത്തില്ല. അവിടെ വൈരാഗ്യം മാറിയിട്ടില്ല, ശത്രുത മാറിയിട്ടില്ല, മത്സരം മാറിയിട്ടില്ല, അവരുടെ ജീവിത രീതികളിൽ ദൈവത്തിന് നിരക്കാത്ത ഭാഗങ്ങൾ മാറിയിട്ടില്ല, ഒന്നുമേ മാറിയിട്ടില്ല. തിരി കത്തിച്ചാണ്ട് ദൈവമായിട്ട് തിരി തിരുന്ന ആളാണെന്ന് ഇരിക്കുകയാണ്. അതല്ല സംഭവം. തീപ്പെട്ടി ഉരക്കണ മുമ്പ് തന്നെ അനുതാപം നടന്നിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവരാജ്യത്തിൻ്റെ നന്ദിയായി അനുതാപത്തിന്റെ അഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് കുറച്ച് സിൻസിയറാണെങ്കിലേ ഉടമ്പടി ഇങ്ങനെ പുതിയ സ്നേഹം നമ്മൾ ആദ്യം വായിച്ചല്ലേ വിലാപങ്ങൾ 3:22 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഏറ്റു പറഞ്ഞേ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവിൻ്റെ സ്നേഹം അസ്തമിക്കണില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ ഗ്രഹണം സംഭവിക്കും. ഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രഹത്തിൻ്റെ മേലെ വേറൊരു ഗ്രഹത്തിന് നിഴൽ വന്നടിക്കും. അതോടുകൂടി ഒരു തീരുമാനം ഉണ്ടാവും. എന്താണ്? പ്രകാശം തരത്തില്ല. കർത്താവ് അപ്പോൾ ഗ്രഹം അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് വി ഡോണ്ട് ഫീൽ ഇറ്റ്. നമ്മളത് അനുഭവിക്കണില്ല. കർത്താവിൻ്റെ സ്നേഹം അസ്തമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷെ ഗ്രഹണം ഉണ്ടാവും.
അത് കഴിഞ്ഞാൽ ദൈവം അവിടെ ഉണ്ട്, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു അവസ്ഥ പലരുടെയും. ദൈവമുണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യണില്ല. ഏതോ ഒരു നിഴല്, പാപത്തിൻ്റെ ഒരു കരിനിഴല് ഇതിൻ്റെ പേര് ഇങ്ങനെ അടിച്ചു മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസ്നേഹം നമുക്ക് ഫീൽ ചെയ്യണില്ല. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയോടെ ആഴമായ അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. ഈ അനുതാപത്തിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹൗ ടു റിപ്പൻറ്റ്. റിപ്പൻറ്റ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അനുദപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പക്ഷേ എങ്ങനെ റിപ്പൻറ്റ് ചെയ്യും? അത് എന്താണ്? അവൻ പറഞ്ഞതുപോലെ അനുദപിക്കണം. അതാണ് വിഷയം. നമുക്കിഷ്ടമുള്ള അനുദപിക്കാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞത് എന്താണ്? കൽപ്പനകളാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് അനുദപിക്കണമെങ്കിൽ അവൻ നൽകിയിരിക്കുന്ന ഒരു ഫോർമാറ്റുണ്ട് അനുതാപത്തിൻ്റെ. എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ മറ്റൊരു ദൈവം നിനക്കുണ്ടാവും. അപ്പോൾ ഈ മറ്റൊരു ദൈവം ആരും ആകാം. ജാതികളുടെ ദൈവങ്ങളാണ് തന്നെ ആകെ നിർബന്ധമില്ല, ദൈവസങ്കല്പങ്ങൾ തന്നെയാകെ നിർബന്ധമില്ല. നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തോ അതാണ് നമ്മുടെ ദൈവം. ദൈവത്തിനല്ലാതെ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുത്താലും അത് ദൈവമായിട്ട് മാറും. അതാണ് മറ്റൊരു ദൈവം എന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, മറ്റൊരു ദൈവം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പുറപ്പാട് 20:3. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും അത് ദൈവമായിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. അത് കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. നമ്മളറിഞ്ഞത് ശരിക്കും ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇടവക പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ പാവത്തങ്ങളുടെ പള്ളിയിൽ പോലും നമുക്ക് അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ കാര്യം? കാറുള്ളവരെല്ലാം കാറ് കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്നിടും. അത് ആ മാവിൻ്റെ ചുവട്ടോട്ട് മാറ്റിയിടാൻ പറഞ്ഞാൽ മാറ്റിയിടത്തില്ല. ജനത്തിന് ഇടയ്ക്കേണ്ടതിനെ കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ ഈ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് നാട്ടുകാരെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കാറും അത് കൊണ്ടുവന്നിട്ടുള്ള മനസ്സും എല്ലാം വേറൊരു ദൈവത്തെ കൊണ്ട് അവരെ സ്വാധീനപ്പെടുത്തി അതിന് അടിപ്പെട്ട് ജീവിക്കുകയാണ്. നമ്മൾ വേറൊരു സ്ഥാനക്കാര്യത്തിൽ ഇപ്പം ചിലർ പള്ളി വരുന്നില്ല. എന്തുകൊണ്ടാണ്? കാറില്ല, പള്ളി വരുന്നില്ല. കാലം മാറി. പണ്ടും മുണ്ടില്ല, അതുകൊണ്ട് പള്ളി വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഒരു 19 കൊല്ലത്തിന് മുമ്പ് അങ്ങനെ ഇടുന്നത്. എന്തുകൊണ്ടാണ് ചേട്ടത്തി പള്ളി വരാത്തത്? ചട്ടയും മുണ്ടില്ലെന്ന്. അപ്പം ചട്ടയും മുണ്ടും മേടിച്ചു കൊടുക്കും നമ്മൾ. ഇന്നങ്ങനെയല്ല. കാറില്ല, അതുകൊണ്ട് പള്ളി വരുന്നില്ല. അങ്ങനെ ഉണ്ട്. വണ്ടിയില്ല, പള്ളി വരുന്നില്ല. ബൈക്കാണെങ്കിലും ഇപ്പോൾ വണ്ടിക്ക് വന്ന് നടന്നു വരാൻ പറ്റത്തില്ല. ഇതൊരു മറ്റൊരു ദൈവമായിട്ട് ഈ ബൈക്ക് വർക്കൗട്ട് ചെയ്യും ചില സമയത്ത്. വണ്ടിയില്ല, അതുകൊണ്ട് പള്ളി വരുന്നില്ല, കുർബാനയ്ക്ക് വരുന്നില്ല. എന്തൊരു ബന്ധമാണെന്ന് നോക്കി. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇപ്പം ചില പറയത്തില്ലേ, ഉടുത്ത സാരി കഴിച്ചിട്ടിട്ടുണ്ട്. എന്താ കാര്യം? അടുത്ത കൂട്ടുകാർ അല്ലെങ്കിൽ നാത്തൂൻ അല്ലെങ്കിൽ ബന്ധു കൂട്ടുകാർ പള്ളിയിൽ വരുന്നില്ല. അവർ വരുന്നില്ലെങ്കിൽ പിന്നെ നീ എനിക്ക് കൂട്ടില്ല, ഞാൻ പോയില്ലെന്ന് പറയും. അത്ര റിലേഷനുള്ളൂ. ദൈവത്തിനേക്കാൾ വലുത് കൂട്ടുകാരിയായിട്ട് വന്നിരിക്കുകയല്ലേ. അതാ മറ്റൊരു ദൈവം എന്ന് പറയണത്. മറ്റൊരു ദൈവത്തിൻ്റെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, വലിയ വിളയാട്ടമാണ്. ഇവരാരും ഉടമ്പടി ചെയ്യാൻ യാതൊരു ബാധ്യതയുമില്ല. ഇവർ ഉടമ്പടി ചെയ്യാൻ അധിക അവകാശമില്ല. ഉടമ്പടി ചെയ്യാൻ എന്താ കാര്യം? അവർ മറ്റൊരു ദൈവത്തെ
അത് ബന്ധുക്കളായിട്ടും സ്വന്തപ്പെട്ട വണ്ടിയായിട്ടും വീടായിട്ടും ഒക്കെ ഓരോ ആൾക്കാരെ സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ വടി കൊടുത്ത് അടിമേടിക്കണ കക്ഷികളാണ്. ദൈവത്തിൻ്റെ അടുത്താണ് ഈ വിട്ടി വർത്താനൊക്കെ പറയണമെന്ന് ഓർക്കണം നിങ്ങൾ. അപ്പം തന്നെ കൗണ്ടഡ് ആകത്തില്ലേ? നിങ്ങളൊരു വയസ്സ് ജന്മമായിട്ട് ദൈവം കരുതത്തില്ലേ? മക്കളില്ലാത്തവർ എപ്പോഴും ശ്രദ്ധിക്കണം. മക്കളില്ലാത്തവരെയും അതുപോലെ തന്നെ വിവാഹം താമസിക്കുന്നവരും വീട് താമസിക്കുന്നവരും എന്തെങ്കിലും കാര്യങ്ങൾ താമസിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടും പ്രയത്നിച്ചും പ്രാർത്ഥിച്ചും ഒരു സംഭവം നേടിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ ഈ സംഭവം വീടോ നാടോ അല്ലെങ്കിൽ ഈ വീടോ വ്യക്തികളോ ദൈവത്തിൻ്റെ ഒരു അവതാരമായിട്ട് മാറും. അജ്ഞാതമായ അവതാരങ്ങൾ അനുദപിക്കുക എന്ന് പറയുമ്പോൾ ഈ അജ്ഞാത അവതാരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പാരൽ ഗോഡ് അത് ഒരിക്കലും അതുമായിട്ട് നോക്കി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുക്കൾ, വ്യക്തികള്, രാജ്യങ്ങള്, ഇടങ്ങള്, വീടുകള് എല്ലാം നിരുപാധികമായി കർത്താവുമായി ജീവിക്കുന്നതിന്റെ പേരില് ഒഴിഞ്ഞു കൊടുക്കുവാൻ എൻ്റെ ആത്മാവിനെ കൃപയുടെ വികാസം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ കാനഡയിൽ ഇടിച്ചു നിൽക്കും, ചിലക്ക് ആസ്ട്രേലിയയിൽ ഇടിച്ചു നിൽക്കും. ഒരിക്കൽ കയറിയൊരു വൈറസാണ് ഈ ആസ്ട്രേലിയൻ വൈറസ്. കാനഡ വൈറസ് ഉണ്ട്. അതുപോലെ ഓരോ ആ രാജ്യത്ത് എങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി ഇവർ പഠിക്കണ കുഞ്ഞുകാലത്ത് തന്നെ ആ രാജ്യത്ത് പോയാൽ ശരിയാകും. അപ്പം അതിനുവേണ്ടി മനസ്സ് ട്രെയിൻ ചെയ്ത്, ചിന്ത ട്രെയിൻ ചെയ്ത്, ശ്വാസം, അതുപോലെ ആലോചന എല്ലാം ചെയ്ത് ഇതൊരു മറ്റൊരു വൈറസായിട്ട് മറ്റൊരു ദൈവമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, അതെൻ്റെ ബൈബിളിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ, കർത്താവ് തിരുമനസ്സാണെങ്കിൽ നാളെ ഞങ്ങൾ ആ പട്ടണത്തിൽ പോകും. ടേക്ക് യാക്കോബ്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യാക്കോബ് 4:13 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 4:13. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് നിങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പൊ ന്യൂസിലൻഡിന്റെ വൈറസ് കയറിയിട്ട് ന്യൂസിലൻഡ് വേറെ ഒരു ദൈവമായിട്ട് മാറരുത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളവർക്ക് ഞാൻ ന്യൂസിലൻഡിൻ്റെ വിഷയം കർത്താവ് ഇപ്പോൾ അച്ഛൻ്റെ കൂടെ സംസാരിക്കുകയായിരിക്കും, എൻ്റെ കാര്യമായിരിക്കും പറയണം. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിരിക്കണേ ഇത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിന്മേൽ കടിച്ചു തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ മർക്കട മുഷ്ടി എന്ന് പറയും, പിടിവിടാതിരിക്കും. അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്, മാറ്റി ചിന്തിക്കണമെന്ന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടിക്കുണ്ടാകും. ഉടമ്പടി നമുക്ക് ഭയങ്കര നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ വന്ന അഗ്നി നക്ഷത്രം പോലെ
കാലവർഷം വരുന്നതിന് മുമ്പ് അഗ്നിനക്ഷത്രം ഉദിക്കുമെന്ന് പറഞ്ഞില്ലേ 10 ദിവസം മുമ്പ്. അതുപോലെ അഗ്നിനക്ഷത്രം മോർണിംഗ് സ്റ്റാറായിട്ട് ഉദിച്ചത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മ എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, എന്താണ്? പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ഉടമ്പടി, അതിന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് തന്നെ എന്താണ്? ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ വരാൻ പോകുന്ന ദുരന്തത്തെ കവറിങ് ഉണ്ട് അതിൻ്റെ അകത്ത്, മനസ്സിലായില്ലേ? അതിനാണ് ഉപ്പ്, തേന്, കാശുരൂപം, എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിരിക്കണേ. വരാൻ പോകുന്ന ദുരന്തം 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയണത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അത് പഴുത് ദുരന്തമാകാം, ജീവിത ദുരന്തമാകാം. അപ്പം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴേ ദുരന്തത്തിന് എന്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരന്തത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഉടമ്പടിയും ഉടമ്പടി ജീവിതവുമാണ്. ഉടമ്പടി ജീവിതം നമുക്ക് എന്താ തരണത്? വരാൻ പോകുന്ന ദുരന്തങ്ങളെ നിന്ന് സംരക്ഷണം നൽകും. ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ ഒരു സാക്ഷ്യം എങ്ങനെയാണെന്നറിയാമോ? ഇദ്ദേഹം ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കുളു മണാളിലൊക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ ചിലരൊക്കെ കുറേ കഷ്ടപ്പാടൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും ഒന്ന് ഫ്രഷാകാൻ പോകണമെന്ന് തോന്നും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് അങ്ങനെ പോകുന്നുണ്ട്, പല സ്ഥലങ്ങളിലൊക്കെ ഫ്രഷാകാൻ പോകും. ഞാൻ വനത്തിലേക്കേ പോകത്തുള്ളൂ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വനത്തിൽ പോകും. അവിടെ എവിടെയെങ്കിലും പോയി താമസിച്ച് അടിച്ചു പൊളിക്കാൻ പോകണമല്ല, അത് ശാന്തമായ പ്രകൃതിയിൽ വളരെ ചിലവ് കുറഞ്ഞ സ്ഥലത്ത് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചൊക്കെ ചിലവഴിച്ച് ഫ്രഷായിട്ട് പോകും. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല, ഇവരെല്ലാം കൂട്ടിക്കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഫ്രഷാകാൻ വന്ന് ഫ്രഷായിട്ട് വരും, പ്രാർത്ഥിച്ച് ജപമാല അവിടെ കുർബാനയൊക്കെ ചൊല്ലി അങ്ങനെ പോരും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ സാക്ഷ്യത്തിൽ പറയണത്, ഞാൻ കാശ്മീർ പോകാൻ വേണ്ടി 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത് വിനോദസഞ്ചാര ഏജൻസിക്ക് 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത്. അപ്പോൾ അഡ്വാൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി ബ്രെഡ് കേട്ട്, അഡ്വാൻസ് കൊടുത്ത് അവിടെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടെ. ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നുണ്ട്, ബാലാവിൻ്റെ കഴുതയെക്കുറിച്ച് പറയുന്നുണ്ട്. നീ പോകുന്ന വഴികളിൽ നിനക്ക് ദുരന്തം ഉണ്ടാകുകയാണെങ്കിലേ അത് നിനക്കറിയാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം കഴുതയെപ്പോലും നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിർത്തും. ഇപ്പോൾ ബാലാക്ക് എന്ന് പറയുന്ന ദുർപ്രവാചകൻ ബാലാം പ്രവാചകനാണ്. പ്രവാചകൻ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് ശപിക്കാൻ വേണ്ടി. അത് ദൈവത്തിൻ്റെ സ്വന്തം ജനതയായത് കാരണം ആ ശാപം, ആ പോകുന്ന പോക്ക് ദൈവഹിത പ്രകാരമല്ലാത്ത കാരണം, അത് ബാലാവിന് തന്നെ ആപത്തുണ്ടാകുന്ന കാരണം ദൈവം ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഈ ബാലാവിന് മുമ്പേ ഒരു ദൂതനെ വിട്ടിട്ട് ദൂതൻ വാളുമായിട്ട് നിൽക്കണത് ഈ ബാലാം കാണത്തില്ല, കഴുത കാണും. കഴുത മാറി മാറി വരുമ്പോൾ അതിൻ്റെ പുറത്തിരിക്കുന്ന ബാലാവിൻ്റെ കാല് ഭിത്തിയിൽ ഉരഞ്ഞു പോകുമ്പോൾ അരിശൻ പറഞ്ഞിട്ട് ഇപ്പം ഈ ബാലാം ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്ന ദൂതനെ കാണുന്നില്ല, വഴി തടഞ്ഞു നിൽക്കുന്ന ആളെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇയാളുടെ കഴുത തെമ്മടിത്തരം കാണിച്ച് കാരണം അയാളുടെ കാല് പോയി. അപ്പോൾ അയാളെ കഴുതയെ തല്ലും. അപ്പോൾ എന്നിട്ട് കഴുത സംസാരിക്കാൻ തുടങ്ങും. അതാണ് എൻ്റെ അപ്പോൾ ഈ പ്രവാചക വിഷയങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രസംഗവും കേൾക്കാം, സന്ദേശവും കേൾക്കാം. ഒരു പ്രസംഗമായിരിക്കും നിങ്ങൾ കേൾക്കണം, അതൊരു പ്രസംഗമല്ലേ എന്ന് പറയും. പക്ഷെ ദൈവ പൈതലാണെങ്കിൽ പറയും അത് പ്രസംഗമല്ല, സന്ദേശമാണെന്ന് പറയും. അതാണ് വിഷയം. അതാണ് സന്ദേശവും പ്രസംഗവും തമ്മിൽ. പ്രസംഗം കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറയണത് ആ വിഷയത്തിൻ്റെ. സന്ദേശം ദൈവം നമ്മോട് അതിലൂടെ നേരിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഔസേപ്പച്ചൻ പുതുമനയ്ക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് നിന്നോട് സംസാരിച്ചാണെന്ന്. ദൈവത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്കിങ്ങനെ ജനറൽ മെസ്സേജ് കൊടുത്തിട്ട് പർട്ടിക്കുലറായിട്ട് നമുക്ക് പ്രത്യേക മെസ്സേജ് തരും. ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമാണ്, രസമാണ്. ദൈവമായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇടിവെട്ട് ജീവിതമല്ലേ. അതായത് ജനറൽ മെസ്സേജ് കൊടുത്തിട്ട് അത് നിന്നെക്കാണെങ്കിൽ പറഞ്ഞിരിക്കണമെങ്കിൽ അത് നിനക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ വരും. അപ്പോൾ ഇൻറ്റിമേഷൻ ഔസേപ്പിതാത്തിനോട് പറഞ്ഞ് ഇത് നിനക്കുള്ള മെസ്സേജാണ്, നിൻ്റെ ഈ കാശ്മീർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജാണെന്ന് പറഞ്ഞു. ഉടനെ അത് വിശ്വസിച്ചു അദ്ദേഹം.
അതാ ചിലർ വിശ്വസിക്കത്തില്ല. ചിലർ അതെനിക്ക് തോന്നിയാണെന്നൊക്കെ പറയും. ജഡിക മനുഷ്യന് അങ്ങനെയുള്ള കുഴപ്പമുണ്ട്. ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും രണ്ട് സാരമില്ലേ. ഇപ്പോൾ ജഡിക മനുഷ്യനെ പറയും അതെനിക്ക് തോന്നിയതാണെന്ന് പറയും. നമ്മൾ ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആത്മീയ മനുഷ്യൻ ആത്മാവിനാലും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യും. ജഡിക മനുഷ്യൻ തട്ടിക്കളയും. അതെനിക്ക് തോന്നിയതായിരിക്കും, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ തോന്നണം. പക്ഷേ ഇദ്ദേഹം ഉടനെ അത് കട്ട് ചെയ്ത് കളയും. ഏതാണ്? കാശ്മീർ ട്രിപ്പ് കട്ട് ചെയ്യും. അപ്പോൾ ഉടനെ ഏജൻസി പറയും അച്ഛായ 20,000 രൂപ വെറുതെ പോകും. പോട്ടെ കർത്താവ്, ഞാൻ അങ്ങോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കണില്ലെന്ന് പറയും. അപ്പോൾ 20,000 രൂപ കളഞ്ഞുകൊണ്ട് പുള്ളി അത് കട്ട് ചെയ്യും. പക്ഷേ എന്താ സംഭവിച്ചത്? ആ ട്രിപ്പ് കാശ്മീരിൽ ചെല്ലുമ്പോൾ അവിടെ വെള്ളപ്പൊക്കമാണ്, കുറേ പേര് മരിച്ചു. അതാണ് വിഷയം. അപ്പോൾ ആ ട്രിപ്പിൽ പോകേണ്ടതാണ്. കർത്താവുമായിട്ട് ബന്ധമുള്ള കാരണം ട്രിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ ചില സമയത്ത് ഇതിന് വേണ്ടി മെയ്ഡപ്പ് ചെയ്ത് ദൈവമായിട്ട് നല്ല ബന്ധമില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കത്തില്ല. നമ്മൾ പോയി ദുരന്തം വലിച്ചു മേടിക്കും. ഇപ്പോൾ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് മാതാവ് ഉടമ്പടി തന്നിരിക്കണം. അപ്പോൾ ഉടമ്പടി പാക്കേജിൽ സംരക്ഷണ പാക്കേജ് ഉണ്ട്. അതെപ്പോഴും നമ്മൾ അറിയണം. ഉടമ്പടി ഉഴപ്പിയ ആ ദുരന്തത്തിൻ്റെ സംരക്ഷണം പോവും, ചെന്ന് പടിമേടിക്കും. ഉടമ്പടി ഉഴപ്പുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. നമ്മൾ ഉടമ്പടി ഉഴപ്പും എങ്ങനെയെങ്കിലും തൽക്കാലം അത് ഞാൻ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതാണ്, അത് നടന്നില്ലെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഉടമ്പടി ഉഴപ്പും. ഉടമ്പടി ഉഴപ്പുമ്പോൾ എന്താ സംഭവം? അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന സംരക്ഷണമുണ്ട്. അത് നിൻ്റെ പിന്നിലും പുറകിലുമൊക്കെ വരികയല്ലേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ ആരാധന. യെശയ്യാ 52:12. യെശയ്യാ 52:12. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും, കർത്താവ് നിന്റെ മുമ്പിൽ നടക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും, നിങ്ങളുടെ പിൻകാവൽക്കാരൻ. നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അപ്പോൾ രണ്ട് സംരക്ഷണം, ഡബിൾ എഡ്ജ് സംരക്ഷണമാണ്. മുമ്പിലും നമുക്ക് പുറകിൽ കണ്ണിലല്ല, അതുകൊണ്ട് പുറകിലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാവും. പിന്നെ എന്താണ്? മുമ്പിലും സംരക്ഷണം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഈ നമുക്ക് നഷ്ടപ്പെടുന്നത് വേറെ ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ സംരക്ഷണമാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ദൈവത്തെക്കാൾ ഉപരി മറ്റു വ്യക്തികൾക്ക്, വസ്തുക്കൾക്ക്, വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംരക്ഷണം നഷ്ടപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കരുത്, എന്നെ അനുവദിക്കരുത്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംരക്ഷണം മാത്രമല്ല, അതായത് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നത്, നമ്മുടെ സാക്ഷ്യം അപ്പുവരണം നോക്കിക്കണേ. സാക്ഷ്യം പറയണത് അദ്ദേഹം വാങ്ങിച്ച പുതിയൊരു സ്ഥലത്ത് വലിയ ഉയരമുള്ള ഒരു അകലെ, ആ സ്ഥലത്തിന് നടുവാണ് ഒരു പഴയ വയസ്സൻ ആഞ്ഞിൽ നിൽക്കുക. അപ്പോൾ ഇത് കാറ്റത്ത് എങ്ങനെ ചുവട് പറഞ്ഞ് വീഴുകയാണെങ്കിൽ ഇങ്ങൻ്റെ വീട് കുറച്ച് 10-20 മീറ്റർ അകലെയാണെങ്കിലും ഇത് ചാഞ്ഞ് നിൽക്കുന്ന സംഭവമാണ്. ഇത് വീണ് കഴിഞ്ഞാൽ ഇയാളുടെ പെരേ വന്ന് വീഴും. പക്ഷെ ആ മനുഷ്യനോട് വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നടുക്ക് നിൽക്കണ ആഞ്ഞിലിയാണ്, ഇതുമായിട്ട് ബന്ധമില്ല. ശരിക്കും വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്നാലും പുള്ളിക്കാരൻ പേടിച്ച് കിട്ട് വെട്ടാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ് അത് നിങ്ങളുടെ തലയെ വന്ന് വീണിട്ടില്ലല്ല, വീണ മുമ്പ് ഇങ്ങനെ ഗസ് ചെയ്തിട്ട് ഇത് വീഴുമെന്നും പറഞ്ഞുകൊണ്ട് ഗസ് ചെയ്തിട്ട് എൻ്റെ പുരയിടത്തിലെ വസ്തു എങ്ങനെയാണ് ഞാൻ കളയണത്, അതിന് റൈറ്റ് നിങ്ങൾക്കില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല, ബ്ലോക്കാവും. ഇപ്പോൾ ഈ ജീവിതത്തിൽ ജീവിതം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാണുന്നത് ജീവിതത്തിൻ്റെ സ്വാഭാവിക യഥാ വിഷയങ്ങളല്ലേ, അതിനെ എങ്ങനെയാണ് വചനവുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. എല്ലാം ഉടമ്പടിയുടെ പരിധിയിൽ
കർത്താവിൻ്റെ വചനത്തിൻ്റെ റഡാറിൽ വരുന്നതാണ് ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മമായിട്ടുള്ള അംശങ്ങളും. അപ്പം ഒരെണ്ണത്തിന് കർത്താവ് മറ്റൊന്നിന് RDO ആണെന്ന് പറയരുത്. അത് ഇപ്പോൾ പാർട്ടിക്കാരോട് ഇന്ന് പറഞ്ഞു, ചേട്ടാ ഈ ആഞ്ഞിന് വെട്ടണമെന്ന് പറഞ്ഞാൽ അവരോട് പറയും അത് RDOക്ക് പെറ്റീഷൻ കൊടുക്കണം, അതിന് വില്ലേജ് ഓഫീസിൽ പോയി വേണമെന്ന് പറയും. അതാണ് ലോകത്തിലെ നിയമം, അതാണ് നിയമം. അപ്പം അങ്ങനെ RDO വന്നാലും വെട്ടാൻ പറ്റത്തില്ല. കാര്യം ഇത് പറമ്പിൽ നിൽക്കുകയും അവരുടെ പറമ്പിൽ നടുക്കെങ്ങനെ നിൽക്കുന്ന സംഭവമാണ്. വല്ല അരികെ വല്ലതും ആണെങ്കിൽ നമുക്ക് പറയാം, ഗസ് ചെയ്യാം, ഇത് വീഴുമെങ്കിൽ ഇങ്ങോട്ട് വീഴും. അപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത്, പക്ഷേ ഇത് ഉറഞ്ഞു നിൽക്കണ കാരണം അദ്ദേഹം പറഞ്ഞ് കമ്പി ഇടാന്ന് പറഞ്ഞു. അങ്ങനെ കമ്പി ഇട്ട് കൊടുത്ത്, കമ്പി ഇട്ട് വലിച്ച് കെട്ടി. പക്ഷേ കാറ്റ് വന്നപ്പോൾ കമ്പി പൊട്ടിപ്പോയി. അപ്പോൾ കുറച്ചുകൂടി ചാഞ്ഞ സാധനം. അപ്പോൾ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ വെക്കാൻ പോണത് ഇതാണ് ഒരു കാര്യം, ഈ പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കാൻ പോകുമ്പോൾ ഞാൻ ആഞ്ഞിലിയുടെ കാര്യമാണ് വെക്കണമെന്ന് പറഞ്ഞു. വെക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. പുള്ളി വെച്ചില്ല. വെച്ചാൽ എഴുതാൻ പോകുകയായിരുന്നു. എഴുതാൻ പോകുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ ഈ പറമ്പുകാരൻ പുള്ളി വിളിക്കും, ആവശ്യപ്പെട്ട ഞാൻ ഈ സാധനം വെട്ടി കേട്ടോ എന്ന് പറയും. അത്രയും സ്പീഡാണിത്. ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം. ഉടമ്പടി ഇത്രയുമാണ് സ്പീഡായിട്ട് നിൽക്കണമെന്ന് ഓർത്തേക്കണം. ഇതെല്ലാം മാതാവ് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്ന ക്രമീകരണങ്ങളാണ്. ഒരു വഴക്കൊഴിവാക്കി, ഒരു ദൈവം ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. ഇപ്പോൾ ആൾക്കാർ ഇംഗ്ലീഷ് മരുന്ന് അധികം കഴിക്കുന്നതിന് ചിലർ കഴിപ്പിക്കാത്തത്. ഡോക്ടർമാരാണെങ്കിൽ നഴ്സുമാരും ഒരിക്കലും, ഇപ്പോൾ പണ്ട് ഇവിടെ ഒരു നേഴ്സ് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമായിരുന്നു. അവർ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ രോഗവും ക്ഷീണമൊക്കെ എന്നോട് പറയും. അവരൊക്കെ കോയിലെ നേഴ്സാണ്. എപ്പോഴും പറയും ഞാനിവന് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണു, അതിന് എത്ര കൊടുത്ത് കൊച്ചിൻ്റെ അവസ്ഥ ഇങ്ങനെ. അപ്പോൾ ഞാനോടത്ത് ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ രണ്ട് വലിയ പിശാചാന സാധനമാണെന്നാണ്. അവർക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നല്ലവണ്ണം അറിയാം. അത് കാരണം ഒരു ഗുളിക കൊടുക്കാൻ പോലും അവർ തയ്യാറല്ല. പക്ഷേ കൊച്ചിനാണ് ക്ഷീണം മാറണമില്ല. കാര്യം എന്താ, ഈ ഗുളികയുടെ സൈഡ് എഫക്ട്സൊക്കെ നേഴ്സിന് കൃത്യമായിട്ട് അറിയാം. അത് കൊടുക്കാനൊക്കെ മനസ്സില്ല, പക്ഷേ കൊച്ച് നന്നാകണമില്ല. ഒരു 10-20 വർഷം മുമ്പുള്ളതാണ്. ഇന്നാളെ ആ കൊച്ചു വന്നായിരുന്നു ഇവിടെ, മിട്ടിക്കനായിട്ട് ഒരു ജോലിയൊക്കെ കിട്ടി അവൻ വന്നായിരുന്നു ഇവിടെ. പണ്ട് അമ്മയുടെ അരയിരുന്ന് വന്ന കക്ഷിയാണ്. അപ്പോൾ എന്നാലും അതുപോലെ തന്നെയാണ് ഈ സൈഡ് ഇഫക്ട്സ്. ദൈവം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ ഉടക്കുകയോ വൈരാഗ്യങ്ങളുണ്ടാകുകയോ. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നൊരു വിഷയം പകുതി ദൈവവും നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, പകുതി ദൈവവും പകുതി ഭൗതിക മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അല്ലാതെ ദൈവരാജ്യത്തിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ദൈവരാജ്യത്തിൽ തന്നെ. ഇപ്പോൾ ദൈവരാജ്യം തന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളെല്ലാത്തിനേക്കാളും, അതായത് ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാര്യം ഉടമ്പടിയിൽ ആദ്യം പറഞ്ഞത് എന്താണ്, അവൻ പറഞ്ഞ പോലെ ചെയ്യുക. എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യ പൈതലെന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും തന്നെ ദൈവരാജ്യം ഉപയോഗിക്കും. ഈ പുതുമനയുടെ സാക്ഷ്യത്തിൽ വേറെ ഒരു സാക്ഷ്യമുണ്ട്. വേറെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് മഹദിന് കുർബാന സ്വീകരിക്കാൻ പറ്റണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആരും സാമ്പത്തികമായി ചതിച്ചു. സാമ്പത്തികമായി ചതിച്ച കാരണം അയാളോട് കടുത്ത വൈരാഗ്യം. അപ്പം കടുത്ത ബുദ്ധിയും ബോധം ഉള്ളവൻ, ദൈവത്തിന് അറിയാവുന്നവൻ കടുത്ത വൈരാഗ്യം ഉണ്ടെങ്കിൽ അവൻ കുർബാന സ്വീകരിക്കുന്നില്ല. അലവലാദികൾ എവിടുന്ന് എന്തെല്ലാം വൈരാഗ്യം ഉണ്ടെങ്കിലും കുർബാന സ്വീകരിക്കും. അവരുടെ നാശകോടാലി അവർ തന്നെ പാനം ചെയ്യും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നവൻ ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 ഹല്ലേലൂയ. ആരാധന, യേശുവേ ആരാധന. 1 കൊരിന്തോസ് 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം കുർബാന സ്വീകരിക്കുമ്പോൾ. അതുകൊണ്ട് ഇവിടെ മനസ്താപണമൊക്കെ ചെല്ലിച്ച് കുറേ നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് കുർബാന കൊടുക്കുന്നത് കൃപാസനത്തിൽ. പക്ഷേ എന്നാലും ചിലർ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും
അവനെ പാപാവസ്ഥയിലും കുർബാന സ്വീകരിക്കും. അപ്പോൾ ഒരു ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു 7 പോയിൻ്റ് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അയോഗ്യത കുർബാന സ്വീകരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ അത് 3 പോയിൻ്റായിട്ട് റിഡ്യൂസ് ചെയ്യും. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറയും. നമ്മൾ സിവിൽ പോയിൻ്റ് കുറഞ്ഞുമ്പോൾ ലോകം കിട്ടത്തില്ലല്ല. അതുപോലെ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറഞ്ഞാൽ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. കാര്യം വൈരാഗ്യത്തിൽ നിങ്ങൾ കുർബാന സ്വീകരിച്ചു, പകയിലും വിദ്വേഷത്തിലും കുർബാന സ്വീകരിച്ചു. വീട്ടിൽ മിണ്ടത്തില്ല ഭർത്താവിനോടും അല്ലെങ്കിൽ ഭാര്യയോടും, പക്ഷേ കുർബാന സ്വീകരിക്കും. അതാണ് വിഷയം. അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നത് നിസ്സാര കാര്യമായിട്ടല്ല. കാര്യം കൃപ എന്താണ് കർത്താവിൻ്റെ ശരീരമെന്ന് വിവേചിക്കാതെയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് അവർ വന്ന് കുർബാന സ്വീകരിച്ച് നാട്ടുകാരെ കാണിക്കും. അപ്പോൾ നാട്ടുകാരെ കാണിക്കുമ്പോൾ ഞാൻ ഭക്തനാണ്, വിശ്വാസിയാണെന്നതും ഇവർ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ എന്തോ ഓരോ അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്, കുർബാനയൊക്കെ പങ്കെടുക്കുമ്പോൾ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ കുർബാന പങ്കെടുക്കാത്തതിന് തുല്യമാണെന്നൊക്കെ പറയും. പക്ഷേ അത് അച്ഛന്മാർ പറഞ്ഞിരിക്കണത് എന്താ കാര്യം? കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധിയോടെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെ പറയണത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധിയോടെ യോഗ്യതയോടുകൂടി നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നെ അറിഞ്ഞ് ആരാധിച്ച് സ്നേഹിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇത് എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലൊരു വ്യക്തിയോട് അയാൾ പറ്റിച്ചാണ് കാശും പോയി ഇങ്ങനെയുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. കാര്യം ഓരോരുത്തരും അത് അനുഭവിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അച്ഛൻ പറയണത് റോങ് ആണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സമയത്ത് തോന്നും. ഞാൻ പറഞ്ഞ റോങ് തന്നെയാണ്. ജഡിക മനുഷ്യന് റോങ്ങായിട്ട് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിച്ചു, വഞ്ചിച്ചു. നാം വിശ്വസിച്ചിരുന്ന ആളാണ്. നഖവും മാംസം വിശ്വസിച്ചിരുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വഞ്ചിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈരാഗ്യം, വിദ്വേഷം തോന്നും. പക്ഷേ ആ വിദ്വേഷം വെച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതിനേക്കാൾ വലുതാണ് ക്രിസ്തു എന്നുള്ളത് കൊണ്ട് നമ്മുടെ മുമ്പിലൊന്നുമില്ല. ഏകപക്ഷികമായി ക്ഷമിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്ത് പറ്റും? കാശും പോയി നമ്മൾ തോക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഈ നമ്മൾ വഞ്ചിക്കുകയും ചെയ്യുന്ന ആളിനോട് നമ്മൾ ക്ഷമിച്ചാൽ എന്തു ചെയ്യും? നമ്മുടെ കാശും പോകും, നമ്മൾ ഈ മനുഷ്യനോട് തോക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ മനുഷ്യത്വം അത് അനുവദിക്കത്തില്ല. മനസ്സിലായ? അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സ് വിചാരിക്കും ദൈവം അവനായിട്ടൊരു പണി കൊടുക്കുമെന്ന് വിചാരിക്കും. അപ്പം ക്രിസ്ത്യാനിക്ക് അങ്ങനെ പോലും പറയാനുള്ള ചാൻസ് ഇല്ല. അതാണ് ഒരു പ്രശ്നം. ഞാൻ ക്ഷമിച്ചു, പക്ഷേ നിനക്ക് പണി വരുന്നുണ്ട് അവർ അച്ഛന്ന് പറയത്തില്ലേ? അങ്ങനെ പോലും പറയാൻ ചാൻസ് ഇല്ല. കാര്യം അതുകൊണ്ടാണ് ആ ചാൻസ് കൂടി കുരിശ് വെച്ച് റെക്ട് ഓഫ് ചെയ്തായിരുന്നു. അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ടായിരുന്നു നമുക്ക്. ഞാൻ ക്ഷമിച്ചു, എന്നാൽ ദൈവം നിന്നോട് ചോദിക്കും. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് കുറേ പണി വെച്ചിട്ടുണ്ട്, ദൈവനെ കൈകാര്യം ചെയ്യാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 4:14. 2 തിമോത്തി 4:14. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു. കർത്താവ് അവന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും. സത്യം പറഞ്ഞാൽ അങ്ങനെ പോലും പറയാൻ വകുപ്പില്ല. കർത്താവ് ഞാൻ ക്ഷമിച്ചു, കർത്താവ് അവനെ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറയാൻ പോലും വകുപ്പില്ല. എന്താ പറയണത്? കർത്താവ് കൂടി അവനോട് ക്ഷമിക്കട്ടെ എന്നാണ് പറയേണ്ടത്. കർത്താവ് കൂടി അവനോട് ക്ഷമിക്കട്ടെ. എന്താ കാര്യം? ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ലോങ്കിനോസ് എന്ന് പറഞ്ഞൊരുത്തനുണ്ടല്ലോ, ആ ഒറ്റക്കണ്ണൻ. അപ്പോൾ ചത്ത് കിടന്നിട്ടും കർത്താവിൻ്റെ ചങ്കയിൽ കുത്തിയവൻ അവന് ഒറ്റക്കണ്ണേ ഉള്ളു. ആ ഒരു കണ്ണ് വെച്ചോണ്ട് അവൻ കർത്താവിൻ്റെ ചങ്കയെ കുത്തി. അപ്പോൾ എന്ത് പറ്റി? അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്ന്. രക്തവും വെള്ളവും ഒഴുകി. പാരമ്പര്യം പറഞ്ഞത് എന്താണ്? കർത്താവ് അവനെ സുഖപ്പെടുത്തി എന്നാണ് പറയണത്. സുഖപ്പെടുത്തിയതാണ്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവെന്നും ഈ പൗലോസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ.
Take the word of God. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. റോമ 12:14. റോമ 12:14. അതും പൗലോസപ്പോസ്തലൻ എഴുതിയ ലേഖനമാണെന്ന് ഓർക്കണം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അതാണ് സംഭവം. പീഡിപ്പിക്കുന്നവരെ അതും പൗലോസ് തന്നെ പറയണതാണ്. രണ്ട് കോണ്ടസ്റ്റാണെന്നേ ഉള്ളൂ. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേരെ ഒരു സംഭവം വന്നപ്പോൾ അവർ പറയും കർത്താവ് വരെ ഈ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ എല്ലിട്ട് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് നമ്മുടെ സ്വകാര്യ തീരുമാനമെടുക്കും. അതാണ് വിഷയം. ഇത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. കാര്യം ഇതുപോലും ഇങ്ങനെ നമ്മൾ സ്വകാര്യമായി വരുന്ന വിഷയങ്ങൾക്ക് പോലും ദൈവതീരുമാനം പറയുന്നതിന് ഔസേപ്പച്ചൻ പുതുമനയ്ക്ക് കർത്താവ് ഒരു വചനം കൊടുത്തു അയാളോട് ക്ഷമിക്കാൻ വേണ്ടി. ആ വചനം ഏതാണെന്നറിയാവോ? മത്തായി 11:12. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 11:12. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പൊ ഏറ്റവും അശക്തമാകുന്നവനാണ് ദൈവരാജ്യത്തിലെ ബലമുള്ള ആള്. നമ്മുടെ പണവും പോയി നമ്മളെ ചതിക്കുകയും ചെയ്ത് അവനോട് ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മളാരായി? വട്ടപൂജ്യമായി. ഇപ്പോൾ നമ്മൾ ഏറ്റവും അശക്തനായാണ് ബൈബിളിൽ എന്താണ് ഏറ്റവും ബലവാനായത്. അതുകൊണ്ടാണ് ഈ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്താണ്? ദൈവരാജ്യമാണ് സബ്ജക്റ്റ് അല്ലേ? ദൈവരാജ്യം വരുന്ന വരവ് കണ്ടില്ലേ? ഈ പുതുമനയുടെ ലൈഫിലേക്ക് ദൈവരാജ്യം വരുന്ന വരവ് കണ്ടില്ലേ? എന്താണ്? ഒരു മനുഷ്യൻ സാമ്പത്തികമായി തട്ടിച്ചു, അവനെപ്പോഴും ഗോഗോ വിളിച്ച് നടക്കുകയാണ്. എന്നിട്ട് കർത്താവ് അവനോട് പറഞ്ഞു, ഇവനോട് നീ ക്ഷമിക്കണം, നിൻ്റെ കാശും പോവും, പിന്നെ നീ കൊച്ചാകുകയും ചെയ്യും, നീ ബലഹീനനാകും. എന്തിനാണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ സ്വയം നമുക്ക് എല്ലാ തരത്തിലും ഒരു നഷ്ടം വന്നിട്ട് എന്താണ് ഇത് എന്തിനെ പ്രതിയാണ്? അതാണ് പ്രശ്നം. നമ്മളിങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനെ പ്രതിയാണ്? 2 കൊരിന്തോസ് 12:10 എടുത്തേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഇപ്പം നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്താണ്? അവൻ നമുക്ക് കാശ് തന്നതോ അവൻ വന്ന് നമുക്ക് ക്ഷമ നമ്മളോട് പറഞ്ഞു, ചേട്ടാ തെറ്റിപ്പോയി ചേട്ടാ എന്ന് പറഞ്ഞതല്ല പ്രശ്നം. അതൊന്നുമല്ല. നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്തായിരിക്കണം? ഞാൻ ഇത് ഒന്ന് വചനം വായിച്ച് 2 കൊരിന്തോസ് 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഞെരുക്കവും പീഡയും അത്യാഹിതവും ഒക്കെ ഉണ്ടാകുമ്പോഴും സന്തുഷ്ടി പോകത്തിൻ്റെ കാരണം എന്താണ്? ക്രിസ്തു ഇതെല്ലാം നമുക്കിത് നേരത്തെ ഏറ്റെടുത്തിട്ട് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവൻ്റെ പേരിൽ ഞാനിത് ഏറ്റെടുക്കുക കഴിയുമ്പോഴാണ് എനിക്ക് എൻ്റെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള ആത്മബന്ധമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഈ മനുഷ്യൻ കറക്റ്റ് പതുക്കെ വന്ന് ദൈവരാജ്യത്ത് ലാൻഡ് ചെയ്യുകയാണ്. ഇപ്പം ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ജീവിത സംഘർഷങ്ങളിലൂടെ സുവിശേഷവിഹിതമായ സാക്ഷ്യജീവിതം നയിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലാകുകയാണ്. അപ്പോൾ ദൈവരാജ്യത്തിലുള്ള ആൾക്കാരുടെ സന്തുഷ്ടി എന്താണ്? വസ്തുവിലല്ല, വിഷയങ്ങളിലല്ല, കിട്ടിയ നേട്ടങ്ങളിലല്ല, വന്ന കോട്ടങ്ങളിലുമല്ല. പിന്നെ എന്താണ് സംഭവം? ക്രിസ്തു എന്ന വ്യക്തിയിലാണ്. കാരണം ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം എന്ന് പറയണത്. ഈ ക്രിസ്തുവിൻ്റെ വ്യക്തിയുടെ അവൻ പറയണത് പോലെ നമ്മൾ ജീവിക്കുകയല്ലേ ഉടമ്പടിയുടെ ഉദ്ദേശം. അവൻ പറയണ പോലെ, ക്രിസ്തു പറയണ പോലെ നമ്മൾ ജീവിച്ച് വരുമ്പോൾ ഒത്തിരിയേറെ പ്രാവശ്യം ക്രിസ്തു മഹത്വപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക ലക്ഷ്യം. ഈ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തൽ വഴിയാണ് നമ്മളെ കൃപയ്ക്ക് മേൽ കൃപ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നതാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:16 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 1:16. യോഹന്നാൻ 1:16. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് ഉടമ്പടി ഉന്നം വെക്കുന്നത്. എന്താണ് ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ്? ഗ്രേസ് നമുക്ക് സാധ്യമാണ്. നമ്മുടെ സക്രമൻ്റൽ ലൈഫിൽ ഗ്രേസ് ഉണ്ട്. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോമിശ സ്ഥാപിച്ച് കാണപ്പെടുന്ന അടയാളങ്ങൾ കൂദാശകളാണ്. നമുക്ക് കുറേ കൂദാശകളുണ്ട്. ജ്ഞാനസ്ഥാനമുണ്ട്, സ്ഥൈര്യലേപനമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, പിന്നെന്താണ് തിരുപ്പട്ടമുണ്ട്, വിശുദ്ധ വിവാഹമുണ്ട്, രോഗീലേപനമുണ്ട്. ഇതെല്ലാം കൂദാശകളാണ്. അതാത് കാലത്തിൻ്റെ അവസ്ഥകൾക്കും പ്രായത്തിൻ്റെ അവസ്ഥകൾക്കും ദൗത്യത്തിൻ്റെ അഡ്രസ്ഥകൾക്കും ജീവിതത്തിൻ്റെ അവസ്ഥകൾക്കും അനപേക്ഷിതമായി ദൈവത്തിൻ്റെ ശക്തി ആർജിക്കുന്നതിന് വേണ്ടി കത്തോലിക്ക സഭയിലുള്ള പാരമ്പര്യമായ അപ്പോസ്തലികമായ സുവിശേഷ പരിചരണമാണ് കൂദാശകളുടെ സാക്രമെൻ്റൽ ഫോർമേഷൻ. അപ്പം അങ്ങനെ വരുമ്പോൾ പക്ഷേ ഈ സാക്രമെൻ്റൽ ഫോർമേഷൻ ജീവിക്കുമ്പോഴും ഒരു വ്യക്തിക്ക് അതാത് ദിവസങ്ങൾ അന്നന്ന് വേണ്ട ആഹാരം പോലെ പുതിയ ഒരു വ്യക്തി ജീവിച്ചു വരുമ്പോൾ പുതിയ വിഷയങ്ങൾ രൂപപ്പെട്ട് വരും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞില്ലേ? ഞെരുക്കങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം ഒരു നല്ല ഒരു കാലാവസ്ഥയിൽ കൃപ രൂപപ്പെട്ട് വരാൻ പാടാണ്. ഞെരുക്കങ്ങളിലൂടെയാണ് അവൻ കടന്നു പോയത്, നമ്മളും കടന്നു പോണതും ഞെരുക്കങ്ങളിലൂടെയാണ്. ഇതിന് ജീവിത ആത്മീയ പെസഹ എന്ന് പറയും. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഇവിടെ ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. കണ്ടില്ലേ? മുമ്പ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്നിൽ സന്തുഷ്ടി കണ്ടെത്തണം. ഇപ്പം എന്താ പറയണത്? നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. എല്ലാത്തിനും ഒരു ആളാ ഉള്ളത്. കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പൊ ഈ ഞെരുക്കങ്ങൾ ഉണ്ടാകണ എന്തിനാണ്? നമുക്ക് കീഴടക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അത് ഓർത്തേക്കണം. ഞെരുക്കങ്ങൾ ഉണ്ടാകാൻ അനുഭവിക്കാൻ വേണ്ടിയല്ല. ഒരു ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നത് കീഴടക്കിയാണ് കൃപയ്ക്ക് മേൽ കൃപ നമ്മൾ ആർജിച്ച് ബലവാന്മാരാകണത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരെല്ലാം ബലം പ്രയോഗിക്കുന്നവനെന്ന് പറഞ്ഞില്ലേ? അതാണ് ഈ സംഭവം. ഞെരുക്കങ്ങളെ സുവിശേഷ വിഹിതമായി കീഴടക്കിക്കൊണ്ട് വിശ്വാസം, ദൈവസ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മശക്തി. ഇവിടെ ശ്രുതിയുടെ ഹല്ലേലൂയ. ഗലാത്യർ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അപ്പം ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ആർജിക്കുന്നതിന് വേണ്ടി അന്വേഷണമായിട്ടാണ് ഞെരുക്കങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഞെരുക്കങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഇതിനല്ലെങ്കിൽ ലോകായിക മനുഷ്യൻ അതിനെ വേറെ രീതി പ്രയോജനപ്പെടുത്തും.
ആത്മാവിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഫലങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്തുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഗലാത്യ 5:19. ഗലാത്യ 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ ഞെരുക്കങ്ങൾ എന്നുള്ള സംഭവമാണ്. ഈ ഞെരുക്കങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആത്മീയ മനുഷ്യനാണെങ്കിൽ ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം എന്ന രീതിയിൽ അതിനെ ഈ പുണ്യങ്ങൾ ആർജിക്കാൻ വേണ്ടി അങ്ങനെ കൃപയ്ക്ക് മേൽകൃപയായിട്ട് വളർന്നുകൊണ്ടിരിക്കും. ഞെരുക്കങ്ങളെ ജഡിക മനുഷ്യനാണ് നീ എങ്കിൽ എന്ത് ചെയ്യും? ജഡത്തിൻ്റെ ഫലങ്ങൾ ഞെരുക്കങ്ങളിലൂടെ ഇതുണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? വായിച്ചേ. അവ വ്യഭിചാരം. ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവിക മനുഷ്യ അസ്വസ്ഥമാണെങ്കിൽ, ഇപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ ഇപ്പോൾ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ള ഈ സ്വകാര്യ പാപങ്ങളും അതുപോലെ തന്നെ മറ്റ് രീതികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതെച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ അലോസരപ്പെടുത്താതിരിക്കണം. ഞെരുക്കങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പാപങ്ങളിലേക്ക് വീഴാൻ പോകണം. എന്തൊക്കെയാണ് അത്? അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന. അശുദ്ധി എന്ന് പറയണം, ദുർവൃത്തി എന്ന് പറയണം ഒക്കെ സ്വകാര്യമായിട്ടുണ്ടാകുന്ന രീതികളാണ്, സ്വകാര്യ രീതികളാണ്. അപ്പം ദുർവൃത്തി ഉണ്ടാവും. പിന്നെ വിഗ്രഹാരാധന, ആഭിചാരം, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി വൈരാഗ്യം ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഓരോ കൂടുതലൊക്കെ ചെയ്യത്തില്ല, അതിനാണ് ആഭിചാരം. ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, വ്യക്തി മാത്സര്യം, അത് തന്നെ. ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈദൃശമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ മയക്കുമരുന്നൊക്കെ അടിപ്പെട്ടു പോകുന്ന ആൾക്കാരില്ലേ. ഇപ്പം ചെറിയ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഞെരുക്കങ്ങളെ വെച്ച് ചില ആൾക്കാർ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങും. അവിടെ തന്നെ ചിലപ്പോൾ കഞ്ചാവ് വരച്ച് ഭാര്യ വഴക്കിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് വെള്ളമടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഞെരുക്കങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധമുണ്ട്. ലോകരാജ്യത്തിലുള്ളവരും നരകരാജ്യത്തിലുള്ളവരും ഇപ്പം നമുക്ക് എന്താണ് അത് തിരിച്ചറിയണം. ഈ ആൾക്കാരെ തിരിച്ചറിയണം ഇങ്ങനെയാണ്. 6:33 മത്തായി. ശ്രുതികടെ ഹല്ലേലൂയ. 6:43. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 12:33. മത്തായി 12:33. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കുന്നത് വെച്ചാൽ തിരിച്ചറിയുന്നത്. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ ഇപ്പോൾ ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, നല്ല മുന്തിരിയിൽ നിന്ന് ഞെരിഞ്ഞിലോ. അട്ടക്ക് ഇതെവിടെ പോകണം? ശ്രുതികടെ ഹല്ലേലൂയ. എപ്പോഴും നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ അഭിഷേകം നൽകണമേ. ഒരുമിച്ച് പാടുക.
ഉടനെ പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ. ജീവിതം തന്നെ